ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ NDPS ആണ്, സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ NDPS ആക്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ NDPS എന്ന് പറയുമ്പോൾ 1985 എന്ന് ചേർത്ത് പറയുക. അപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 1985 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ NDPS എന്ന് പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ്. 1985 എന്നുകൂടിയാണ് ഈ ഒരു ആക്ട് പറയുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ലോകസഭയിൽ പാസ്സാക്കിയത് എന്നാണ് ഓഗസ്റ്റ് 23 അപ്പോൾ ലോകസഭയിൽ പാസ്സാക്കിയത് ഓഗസ്റ്റ് 23. NDPS ആക്ട് അംഗീകരിച്ചത്, അതായത് പ്രസിഡന്റ് ഒപ്പുവെച്ചെന്നാണ് സെപ്റ്റംബർ 16. ബില്ല് അംഗീകരിച്ചത് എന്നാണ് സെപ്റ്റംബർ 16, അതായത് നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചെന്നാണ് സെപ്റ്റംബർ 16. 1985 സെപ്റ്റംബർ 16 എന്ത് ചെയ്തു? ബില്ല് നമ്മുടെ പ്രസിഡന്റ് അംഗീകരിച്ചു. ഏത് പ്രസിഡന്റാണ് അംഗീകരിച്ചത്? അത് ഗ്യാനി സെയിൽ സിംഗ് ആണ് അംഗീകരിച്ചത്. ജ്ഞാനി എന്നറിയപ്പെടുന്ന ഗ്യാനി സെയിൽ സിംഗ് സെപ്റ്റംബർ 16 1985 എന്ത് ചെയ്തു? NDPS ആക്ടിൽ ഒപ്പുവെച്ചു. ആക്ട് നിലവിൽ വന്ന എന്നാണ്? നവംബർ 14. അപ്പോൾ NDPS ആക്ട് നിലവിൽ വന്നതെന്നാണ്? നവംബർ 14. ഒന്നുകൂടി പെട്ടെന്ന് പറയാം. ബില്ല് ലോകസഭയിൽ പാസ്സാക്കിയത് 1985 ഓഗസ്റ്റ് 23. ബില്ല് അംഗീകരിച്ചത്, അതായത് ഒപ്പുവെച്ചത് ആരാണ്? അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. എന്നാണ് ഗ്യാനി സെയിൽ സിംഗ് NDPS ആക്ടിൽ ഒപ്പുവെച്ചത്? 1985 സെപ്റ്റംബർ 16. അടുത്ത് ആക്ട് നിലവിൽ വന്നതെന്നാണ്? അത് 1985 നവംബർ 14. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ബാക്കി കുറച്ച് നമ്മുടെ പാരഗ്രാഫ് പോലത്തെ ചെറിയ ചെറിയ സെൻറ്റൻസ് ഒക്കെ പറഞ്ഞു, അത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ. എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യന് ഈ ഒരു ഇങ്ങനെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ്, അതേപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മാനസികമായിട്ട് ഒരാൾക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നം ഈ ഒരു നമ്മുടെ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും? എന്തൊക്കെയാണ്? മയക്കവും ഉത്തേജനവും ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? മയക്കം ഉണ്ടാവാം, ഉത്തേജനം ഉണ്ടാവാം. അടുത്ത് പറയുന്നത് മായിക സ്വപ്നങ്ങൾ അനുഭവിക്കുകയും ആ അവസ്ഥയിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വബോധമില്ലാതെ പിന്തുടരുകയും ചെയ്യുക. ഇതൊക്കെ നമുക്ക് പല സിനിമകളിൽ കൂടി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അടുത്ത് പറയുന്നത് എന്താണ്? മതിഭ്രമം സംഭവിക്കുകയും ധാരണാശക്തിയിൽ വൈകല്യവും ദുർവ്യാഖ്യാനവും ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത് പറയുന്നത് എന്താണ്? ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുക. അടുത്തെന്താണ്? വിഷാദം, ആത്മഹത്യാ പ്രവണത എന്നിവ കൂടുതലായി കാണുന്നു. നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, കാരണം നമ്മൾ ന്യൂസൊക്കെ കാണുന്നതാണല്ലോ. അടുത്ത് പറയുന്നത് എന്താണ്? വാഹനവും യന്ത്രങ്ങളും മറ്റും പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ കൃത്യതയും ശ്രദ്ധയും നഷ്ടപ്പെടുന്നു. അറിയാമല്ലോ, അതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു ബസ് ഓടിക്കുന്ന ആൾ നമ്മുടെ ലഹരി ഉപയോഗിച്ച് അങ്ങനെ ഓടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന അറിയാമല്ലോ. ഇതൊക്കെയാണ് സിമ്പിൾ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും? എന്തൊക്കെ ഉണ്ടാവും? മയക്കമുണ്ടാവാം, ഉത്തേജനം ഉണ്ടാകും. അടുത്തെന്ത് പറയുന്നു? മായിക സ്വപ്നങ്ങൾ അനുഭവിക്കുക, അതേപോലെ തന്നെ ആ അവസ്ഥയിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വബോധമില്ലാതെ പിന്തുടരുകയും ചെയ്യുക. അടുത്ത് പറയുന്നത് എന്താണ്? മതിഭ്രമം സംഭവിക്കുകയും ധാരണാശക്തിയിൽ കൈവല്യവും ദുർവ്യാഖ്യാനവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുക. വിഷാദം, ആത്മഹത്യാ പ്രവണത എന്നിവ കൂടുതലായി കാണുന്നു. ആരിൽ കാണുന്നു? ഇതൊക്കെ ഉപയോഗിക്കുന്നവരിൽ കാണുന്നു. പിന്നെന്താണ്? വിഷാദം, ആത്മഹത്യ കാണുന്നു. അടുത്തെന്താണ്? വാഹനവും യന്ത്രങ്ങളും മറ്റും പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ കൃത്യതയും ശ്രദ്ധയും നഷ്ടപ്പെടുന്നു. അപ്പോൾ അടുത്ത് പറയുന്നത് എന്താണ്?
സ്ഥിരമായി കഞ്ചാവ് സ്ഥിരമായി കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കില്ലെന്ന് കരുതുന്നത് തെറ്റാ. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് എന്താണ്, സ്ഥിരമായിട്ട് കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് നമ്മുടെ അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ്, അതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ്. നമ്മുടെ മറ്റേ ചുഴലി വരുന്ന ആൾക്കാരുടെ കയ്യിൽ താക്കോൽ കൊടുത്താൽ നിൽക്കുമെന്ന് പറയുന്നത് പോലെ ആ ഒരു പോയിൻ്റാണ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കില്ലെന്ന് പറയുന്നത് എന്താണ്, അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. അടുത്ത് പറയുന്നത്, മുന്നിൽ കാണുന്ന കാഴ്ചകളുടെ ആഴവും നിറങ്ങളും തെറ്റായി മനസ്സിലാക്കാൻ ഇടവരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിയറും കാണില്ല, ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാണെന്നോ എന്താണെന്നോ ഒരു ബോധവും ഇല്ലാത്തൊരു അവസ്ഥ, അതാണ് പറയുന്നത്. ഇതും എന്ത് ചെയ്യുന്നു, അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. സ്ഥലകാലബോധം നശിക്കുകയും സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. വെപ്രാളവും ഭയവും അനുഭവപ്പെടുന്നു. പിന്നെന്താണ്, ഓർമ്മക്കുറവ്, മന്ദത എന്നിവ ഉണ്ടാകുന്നു. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സിനിമ, നമുക്കിപ്പോൾ അറിയാനുള്ള സിനിമ ഏതാണ്, നമ്മുടെ വെള്ളം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, വെള്ളം, ആ ഒരു സിനിമയാണ്, ജയസൂര്യയിൽ സിനിമ ഉണ്ടല്ലോ. ആ ഒരു സിനിമയിൽ ജയസൂര്യ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞ എന്താണ്, സ്ഥിരമായിട്ട് അതിൽ ജയസൂര്യ കഞ്ചാവ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, വെള്ളം ആ ഒരു മദ്യപാനമാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കില്ലെന്ന് കരുതുന്നത് എന്താണ്, അത് തെറ്റാണ്. മുന്നിൽ കാണുന്ന കാഴ്ചകളുടെ ആഴവും നിറങ്ങളും തെറ്റായി മനസ്സിലാക്കാൻ ഇടവരുന്നു. അതും എന്ത് ചെയ്യുന്നു, അതും അപകടങ്ങളെ ക്ഷണിച്ച് വരുത്തുന്നു. സ്ഥലകാലബോധം നശിക്കുകയും സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. വെപ്രാളവും ഭയവും അനുഭവപ്പെടുന്നു. പിന്നെന്താണ്, ഓർമ്മക്കുറവ്, പിന്നെന്തോന്ന് അനുഭവപ്പെടുന്നു, മന്ദത എന്നിവ അവർക്ക് ഉണ്ടാകുന്നു. സ്വാഭാവികമാണ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാരീരികമായ അവസ്ഥകൾ. അപ്പോൾ മാനസികമായിട്ടുള്ള അവസ്ഥകൾ നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത് ശാരീരികമായിട്ട് അവർക്ക് എന്തൊക്കെ സംഭവിക്കും, ശാരീരികമായിട്ട് അവർ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കടുത്ത് നോക്കാം. എന്താണ്, ദാഹം, വിശപ്പ്, മലബന്ധം, വായ ഉണങ്ങൽ എന്നിവ ഉണ്ടാകുന്നു. അപ്പോൾ മാനസികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ശാരീരികമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നു, അവർക്ക് ദാഹം ഉണ്ടാകുന്നു, വിശപ്പുണ്ടായിരിക്കും, മലബന്ധം ഉണ്ടായിരിക്കും, അതേപോലെ എന്താണ്, വായ നല്ല വൃത്തിയായിട്ട് ഉണങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും വർദ്ധിക്കുന്നു. അവരുടെ രക്തസമ്മർദ്ദം എങ്ങനെയായിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഒരു രക്തസമ്മർദ്ദമായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ഹൃദയമിടിപ്പ് എങ്ങനെയായിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഹൃദയമിടിപ്പും ആയിരിക്കും. രക്തക്കുഴലുകൾ വികസിക്കുകയും തന്മൂലം ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ രക്തസമ്മർദ്ദം താൽക്കാലികമായി കുറയുകയും ബോധക്കേട് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നമ്മൾ മദ്യപിച്ച് റോഡിലേക്ക് കിടക്കുന്നത്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം കിടക്കുന്നത്. എന്താണ്, രക്തക്കുഴലുകൾ വികസിക്കുകയും തന്മൂലം ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ്, രക്തസമ്മർദ്ദം താൽക്കാലികമായി കുറയുകയും ബോധക്കേട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഹൃദ്രോഗികൾക്ക് അവരുടെ അസുഖത്തിൻ്റെ തീവ്രത വർദ്ധിക്കാൻ എന്ത് കാരണമാകുന്നു, ഈ ഒരു ലഹരിയുടെ ഉപയോഗം കാരണമാകുന്നു. അപ്പോൾ ഹൃദ്രോഗികൾക്ക് അവരുടെ അസുഖത്തിൻ്റെ തീവ്രത വർദ്ധിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ലഹരിയുടെ ഉപയോഗം കൂട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് എന്ത് ചെയ്യാം, ഹൃദ്രോഗികൾക്ക് ആ ഒരു രോഗത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാം. അടുത്ത്, പുകവലി മൂലം ഉണ്ടാകാവുന്ന എല്ലാ ശ്വാസകോശ രോഗങ്ങളും കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല മടങ്ങായി വർദ്ധിക്കുന്നു. അപ്പോൾ പുകവലി മൂലം ഒരു രോഗം ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു കഞ്ചാവും കൂടി വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അതിൻ്റെ 10 മടങ്ങായിട്ട് വർദ്ധിച്ച് കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ദാഹം, വിശപ്പ്, മലബന്ധം, വായ ഉണങ്ങൽ എന്നിവ ആ ഒരു മനുഷ്യന് ഉണ്ടാകുന്നു. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും വർദ്ധിക്കുന്നു. രക്തക്കുഴലുകൾ വികസിക്കുകയും തന്മൂലം പെട്ടെന്ന് ഒരു ആളവിടെ ഇരുന്നിട്ട് അയാൾ എഴുതുമ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് രക്തസമ്മർദ്ദം താൽക്കാലികമായിട്ട് പെട്ടെന്ന് കുറയുകയും പിന്നെന്ത് ചെയ്യും, ബോധക്കേട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു ഹൃദ്രോഗിയാണെങ്കിൽ അയാൾ ഇതേപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കാം, ആ ഒരു ഹൃദ്രോഗത്തിൻ്റെ തീവ്രത വർദ്ധിക്കാൻ കാരണമാകാം. അവസാനം പറഞ്ഞ എന്താണ്, പുകവലി മൂലമുണ്ടാകുന്ന എല്ലാ ശ്വാസകോശ രോഗങ്ങളും, ഇപ്പോൾ എന്തെങ്കിലും ശ്വാസകോശ രോഗം പുകവലി മൂലം ഉണ്ടാകുന്നുവെങ്കിൽ ഈ കഞ്ചാവും കൂടി വലിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് അതിൻ്റെ 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്നു.
അടുത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റാണ്. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു, കണ്ണുകൾ ചുവന്നു തുടുക്കുകയും നേത്രരോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വേറെ അടുത്ത ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം, അതേപോലെ എന്താണ്, കണ്ണുകൾ ചുവന്നു തുടുക്കുകയും നേത്രരോഗങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യാമെന്നാണ് പറയുന്നത്. ചില മദ്യപാനികളെ കണ്ടു കഴിഞ്ഞാൽ കണ്ണൊക്കെ ചുവന്നു കൊടുത്തിരിക്കില്ലേ, അതൊക്കെ അങ്ങ് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ സിമ്പിളാണെന്ന് പറഞ്ഞാൽ നമുക്കിത് വലുതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. NDPS ആക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് പോവുക. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് NDPS ആക്ടിലെ സെക്ഷൻസ് ആണ്. അപ്പോൾ സെക്ഷൻസ് നമുക്ക് വരുന്ന ആ ഒരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു. ഏകദേശം ഈ ഒരു NDPS ക്ലാസ് ടോട്ടലി ഒരു 3 ക്ലാസ് അല്ലെങ്കിൽ 4 ക്ലാസ് മാത്രമേ കാണുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു ജസ്റ്റ് കേട്ട് പോയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ആണ്. പലതരത്തിലുള്ള ഡ്രഗ്സ് ഉണ്ട്. ആ ഡ്രഗ്സുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പല വിഭാഗത്തിലുള്ള ഡ്രഗ്സുകളുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ഡ്രഗ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സുകളുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മയക്കുമരുന്നുകളെ പ്രധാനമായും എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, മയക്കുമരുന്നുകളെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണത്? അത് നാച്ചുറൽ ഡ്രഗ്സ് എന്ന്, രണ്ടാമത്തേതാണ് സിന്തറ്റിക് ഡ്രഗ്സ്, മൂന്നാമത്തെ സെമി സിന്തറ്റിക് ഡ്രഗ്. ആ പേരുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നാച്ചുറൽ ഡ്രഗ്സ് ഉണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഏതാണ്? സെമി സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ പേരുകളിൽ തന്നെ കറക്റ്റായിട്ട് ഉണ്ട്. അപ്പോൾ എന്താണ് നാച്ചുറൽ ഡ്രഗ്സ്? അപ്പോൾ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ട് ആ പേരിൽ തന്നെ നാച്ചുറൽ എന്താണ് പ്രധാന സ്രോതസ്. അപ്പോൾ എന്തായിരിക്കും? അത് സസ്യങ്ങളിൽ നിന്നും അതേപോലെയുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങളാണിത് നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. സൂക്ഷ്മാണുജീവികൾ, മൃഗങ്ങൾ, ധാതുക്കൾ എന്നിവയിൽ നിന്നും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും അത് താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത് ഓപ്പിയം അതെവിടെ നിന്ന് കിട്ടുന്നു? പോപ്പി ചെടിയിൽ നിന്നാണ് ഓപ്പിയം കിട്ടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഓപ്പിയം കൃഷി ചില സ്ഥലങ്ങളിൽ ഗവൺമെൻറ് അംഗീകാരത്തോടെയും നടത്തുന്നുണ്ട്. അടുത്ത് കഞ്ചാവ് ചെടിയിൽ നിന്നാണ് ഗഞ്ച ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത് ഡിജിറ്റാലിസ് ലനാറ്റ എന്ന പൂവിൽ നിന്നുമാണ് ഈ ഒരു ഡിഗോക്സിൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാച്ചുറൽ സസ്യങ്ങളിൽ അതേപോലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത് കൊക്ക എവിടെ നിന്നാണ്? കൊക്ക ചെടിയിൽ നിന്നാണ് ഈ ഒരു ഡ്രഗ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ആണ്. 3 തരത്തിലുള്ള ഡ്രഗ്സ് ആണുള്ളത്. നാച്ചുറൽ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്, സെമി സിന്തറ്റിക് ഡ്രഗ്. അതിൽ നാച്ചുറൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ഡ്രഗ്സിൻ്റെ പ്രധാന സ്രോതസ് അത് സസ്യങ്ങളാണ്. ആ പേരിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. സസ്യങ്ങൾ, സൂക്ഷ്മാണുജീവികൾ, മൃഗങ്ങൾ, ധാതുക്കൾ എന്നിവയിൽ നിന്നും ലഭിക്കുമെങ്കിലും ഈ ഒരു നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്? താരതമ്യേന കുറവാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓപ്പിയം അതെവിടെ നിന്ന് കിട്ടുന്നു? പോപ്പി ചെടിയിൽ നിന്ന് കിട്ടുന്നു. ഇപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ഒരു കൃഷിയൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഓപ്പിയം എവിടെ നിന്ന് കിട്ടുന്നു? പോപ്പി ചെടിയിൽ നിന്ന് കിട്ടുന്നു. ഗഞ്ച എവിടെ നിന്ന് കിട്ടുന്നു? ഗഞ്ച കഞ്ചാവ് ചെടിയിൽ നിന്ന് കിട്ടുന്നു. ഡിഗോക്സിൻ അതെവിടെ നിന്ന് കിട്ടുന്നു? ഡിജിറ്റാലിസ് ലനാറ്റ എന്ന പൂവിൽ നിന്നുമാണ് ഡിഗോക്സിൻ എന്ന് പറയുന്ന ഡ്രഗ്സ് കിട്ടുന്നത്. കൊക്ക എവിടെ നിന്ന് കിട്ടുന്നു? അത് കൊക്ക ചെടിയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അടുത്ത് സിന്തറ്റിക് ഡ്രഗ്സ്. ആ ഒരു പേരിൽ തന്നെയുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ്. എന്താണ്? മനുഷ്യനിർമ്മിത മരുന്നുകളാണെന്ത് സിന്തറ്റിക് ഡ്രഗ്സിൽ ഉൾപ്പെടുന്നത്. വളരെ മാരകമായ ഡ്രഗ്സാണെന്ത് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? രാസപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നതാണെന്ത് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സിനിമയിലൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് കെമിക്കൽ ഫാക്ടറിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, തമിഴിലെ സിനിമയുണ്ടല്ലോ. ആ ഒരു സിനിമയിൽ നമ്മുടെ നിർമ്മിച്ചെടുക്കുന്ന മെത്താഫെറ്റമിൻ ഇതൊക്കെ നമ്മുടെ സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണമാണ്. കല്ല് എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പോൾ നമ്മുടെ നോർമലി നമ്മുടെ ന്യൂസിലൊക്കെ വളരെ സുലഭമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസാണ് കല്ല് അല്ലെങ്കിൽ മെത്താഫെറ്റമിൻ എന്ന് പറയുന്നത്, MDMA എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ആംഫിറ്റമിൻസ് ഉണ്ട്, മെത്താക്വിലോൺ ഉണ്ട്,
എക്ടസി, ഡയാസെപ്പാം ഉണ്ട്. അപ്പോൾ നമ്മുടെ സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണം ആംഫിറ്റമിൻസ് ഉണ്ട്, ക്വലോൺ ഉണ്ട്, എക്ടസി, ഡയാസെപ്പാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ MDMA, ഇത് നമുക്ക് നോർമലി അറിയുന്നുള്ള MDMA ആണ്. ഇതും സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. സിമ്പിളായിട്ട് പറയാം, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനിർമ്മിത മരുന്നുകളാണ് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഞ്ചാവ് ചെടി അതേപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതം, നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് സിന്തറ്റിക് ഡ്രഗ്സ്. അതുകൊണ്ട് തന്നെ സിന്തറ്റിക് ഡ്രഗ്സ് വളരെ മാരകമാണ്. മനുഷ്യനിർമ്മിത മരുന്നുകളാണ് സിന്തറ്റിക് ഡ്രഗ്സിൽ ഉൾപ്പെടുന്നത്. പ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് നിർമ്മിക്കുന്നത്. ഉദാഹരണം ഏതൊക്കെയാണ്? ആംഫിറ്റമിൻസ്, മെത്താക്യുലോൺ, എക്ടസി, ഡയാസെപ്പാം. അപ്പോൾ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ആ ഒരു നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെമി സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. എന്താണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ്? പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നിർമ്മിക്കുന്നതാണെന്ത് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിദത്തമായിട്ട് ലഭിക്കുന്ന വസ്തുക്കളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനത്തിനെ സിന്തറ്റിക്കുമായിട്ട് ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? സെമി സിന്തറ്റിക്കായിട്ട് മാറ്റുന്നു. ഇതാണ് സംഭവം. എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറലായിരിക്കും, അതേപോലെ തന്നെ സിന്തറ്റിക്കും ആയിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന സെമി സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ടത് മാറും. പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നിർമ്മിക്കുന്ന ഡ്രഗ്സുകളാണെന്ത് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഡ്രഗ്സിൻ്റെയും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയും ഒരു സമ്മിശ്രമാണ്, അല്ലെങ്കിൽ ഒരു മിക്സായിട്ട് വരുന്ന സംഭവമാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡ്രഗ്സ് എല്ലാം തന്നെ എന്താണ്? വളരെ മാരകമാണ്. എങ്കിലും ആ ഒരു മാരകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കൂടിയൊരു അളവ് അല്ലെങ്കിൽ കൂടിയൊരു ഇത് ഏൽപ്പിക്കുന്ന ഏതാണ്? ഈ ഒരു സെമി സിന്തറ്റിക്കും അതേപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സും ആണ്. സെമി സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉദാഹരണം ഏതാണ്? ഹെറോയിനും കൊക്കൈനും. അതൊക്കെ ഭയങ്കര മാരകമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സെമി സിന്തറ്റിക് ഡ്രഗ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ്? പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നിർമ്മിക്കുന്നതാണെന്ത് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ ഡ്രഗ്സിൻ്റെയും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയും ഒരു സമ്മിശ്രമാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സെമി സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉദാഹരണം ഏതാണ്? നമ്മുടെ ഹെറോയിനും കൊക്കൈനുമാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു ടൈപ്സ് ഓഫ് ഡ്രഗ്സ് നമുക്കൊന്നുകൂടി പറയാം. നമ്മൾ ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. മയക്കുമരുന്നുകളെ പ്രധാനമായിട്ടും നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? നാച്ചുറൽ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്, സെമി സിന്തറ്റിക് ഡ്രഗ്സ്. നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സസ്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ജീവികൾ, മൃഗങ്ങൾ, ധാതുക്കൾ ഇതേപോലെയുള്ള സൂക്ഷ്മാണുജീവികളിൽ നിന്ന് വരെ ലഭിക്കുന്ന ചെറിയ ചെറിയ ഡ്രഗ്സുകളെയാണ് നമ്മൾ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഡ്രഗ്സിന് ഉദാഹരണം കഞ്ചാവ് ചെടിയിൽ നിന്ന് കിട്ടുന്നു. ഡിഗോക്സിൻ ഡിജിറ്റാലിസ് ലാൻഡാന എന്ന പൂവിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെന്താണ്? കൊക്ക എവിടെ നിന്ന് കിട്ടുന്നു? കൊക്ക ചെടിയിൽ നിന്ന് ലഭിക്കുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞത് സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ തന്നെ, മനുഷ്യന്മാർ തന്നെ കെമിക്കൽ പരിപാടിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രഗ്സാണ് നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണം എന്താണ്? അതിന് ആംഫിറ്റമിൻസ്, നമ്മൾ ഈ മെത്താഫിറ്റമിൻ പറയാം, മെത്താക്യുലോൺ പറയാം, എക്ടസി, ഡയാസെപ്പാം പറയാം. അടുത്ത ലാസ്റ്റ് പറഞ്ഞ എന്താണ്? നമ്മുടെ സെമി സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയ വസ്തുക്കളും സമ്മിശ്രമായിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളെ നാച്ചുറൽ ഡ്രഗ്സിൻ്റെയും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയും ഒരു സമ്മിശ്രമാണെന്ത് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണം ഏതാണ്? ഹെറോയിൻ പറയാം, അതേപോലെ തന്നെ കൊക്കൈനും പറയാം. അപ്പോൾ സെമി സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണം ഹെറോയിൻ, കൊക്കൈൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്.